BS ആണ് എന്നെ നേതൃത്വത്തിലേക്ക് കണ്ടുപിടിച്ചു. ആദ്യം CH കടാരനാണ്. CH കടാരനുള്ളപ്പോഴും VS CH കടാരൻ്റെ വലം കയ്യാണ്. CH സ്റ്റേറ്റ് സെക്രട്ടറി, ഇത് സെക്രട്ടറി പറന്നു 64 CH വരുമ്പോൾ VS ആണ് ആ ബാഗ് എടുക്കുന്നത്. ഞാൻ കണ്ടിട്ടുണ്ട്. CHൻ്റെ ബാഗ് എടുത്ത് ഇങ്ങനെ വരും, ആലപ്പുഴയൊക്കെ വരുമായിരുന്നു. അപ്പോൾ ഞാൻ CHനെ പരിചയപ്പെടുന്നത് SFIയുടെ കാലത്താണ്. അഖിലേന്ത്യാ സമ്മേളനം 1969 ഡിസംബർ 27 മുതൽ 31 വരെയാണ് അഖിലേന്ത്യാ സമ്മേളനം, ഒന്നാം ഫൗണ്ടിങ് കോൺഫറൻസ് SFIയുടെ ടാഗോർ സെമിനാറി ഹാളിൽ. പിന്നെ ജനുവരി 1 70 അന്ന് പബ്ലിക് റാലിയാണ്. അപ്പോൾ അതാണ് ഞാൻ BSനെ കാണുന്നത്. അവിടെ CP സത്രം എന്നൊരു സ്ഥലമുണ്ടായിരുന്നു തിരുവനന്തപുരത്ത് മുമ്പ്. ബസ് സ്റ്റാൻഡിൻ്റെ ബസ് സ്റ്റേഷൻ്റെ ഓപ്പോസിറ്റ് പടിഞ്ഞാറ് സൈഡിൽ പഴയ സത്രം, ഇപ്പോൾ ഉണ്ടോയെന്നറിയില്ല, CP സത്രം. അവിടെ വെടിയിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കൊല്ലത്ത് ഡെലിഗേറ്റ്സുമായിട്ട് സമ്മേളനത്തിൽ പോയത്. അപ്പോൾ അന്നാ കാണുന്നത്. പിന്നെ അദ്ദേഹം MLA, ഞാനവിടെ MLA കോടതി 25 EMSൻ്റെ മുറിയാണ് എനിക്ക് അലോട്ട് ചെയ്ത് താമസിക്കുക. അപ്പോൾ BSനെ പോയി കാണാം. അങ്ങനെ അവിടെ പോയി. പിന്നെ അടിയന്തരാവസ്ഥ ഞങ്ങൾക്ക് സെൻട്രൽ ജയിലിൽ പോയല്ലോ. കാരണം ബേബി, ഞാൻ, വിജയകുമാർ DIR പോയി. തിരിച്ചാലപ്പുഴ വന്നാൽ BSൻ്റെ വീട് വിടല്ലേ, എപ്പോഴും കാണും, വിളിക്കും, വലിയ കാര്യമാണ്. അപ്പോൾ സുധാകരൻ ഒരു ഫൈറ്ററാണെന്നൊക്കെ എന്നോട്, നിങ്ങളൊരു ഫൈറ്ററാണ്, നിങ്ങൾ കൊള്ളാം. ഞാനത് ചെറുപ്പക്കാരെയൊന്നും അടുപ്പിക്കാറില്ല, അറിയാമല്ലോ, കാരണം പല ദുശ്ശീലങ്ങളും അവർക്കുണ്ടാകും. ഞാനധികം അടുപ്പിക്കാറില്ല. ഞാൻ പറഞ്ഞു ചെറുപ്പക്കാരെ ഇല്ലാത്തവരൊക്കെ ഒരുപാട് പേരുണ്ട്, പേടിച്ച് വരുത്തില്ല അതൊക്കെ പറഞ്ഞു. പിന്നെ പ്രതിപക്ഷ നേതായി കഴിഞ്ഞാൽ എല്ലാവരും പുള്ളിയുടെ കൂടെ, ചെറുപ്പക്കാരെല്ലാം പുള്ളിയുടെ അടുത്ത്, പിന്നെ പ്രശ്നമില്ല. അങ്ങനെ വന്നിട്ടാണ് എന്നെ അദ്ദേഹം ജില്ലാ സെക്രട്ടേറിയറ്റിലേക്ക്, സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്നു, ആലപ്പുഴ ജില്ലാ സെക്രട്ടേറിയറ്റിലേക്ക് വെച്ച് 80. അന്ന് S. രാമേന്ദ്രൻ ജില്ലാ സെക്രട്ടറിയാണ്. ജില്ലാ സെക്രട്ടേറിയറ്റിലേക്ക് വെച്ചതോടൊപ്പം തന്നെ എന്നെ കുട്ടനാട് താലൂക്ക് സെക്രട്ടറിയായിട്ട് കൊണ്ടയച്ചു. താലൂക്കാണ് മൊത്തം, ഇന്ന് 2 ഏരിയ. അപ്പോൾ അവിടെ ഒരു ഓഫീസുണ്ട് മങ്ങൊമ്പിൽ, ചെത്തുവലാരുടെ ഓഫീസർ, സ്വന്തം ഓഫീസർ. അവിടെ താമസിച്ചുണ്ട് 3 വർഷം. ഞങ്ങൾ അവിടെ തന്നെ താമസിക്കുകയായിരുന്നു. അവിടെ താമസിക്കുമ്പോഴാണ് വിവാഹമൊക്കെ കാണുന്നത്. 82 ഏപ്രിൽ 25 എൻ്റെ വിവാഹം. അത് BS നടത്തിത്തന്നു. BS ജ്യേഷ്ഠനെടുത്ത് എൻ്റെ തന്നു, അല്ല BSൻ്റെ കൊടുത്തു, BS അത് തന്നു, താലിമാൻ. അങ്ങനെയാണത്. വളരെ സദ്യയും കാര്യമൊന്നുമില്ലായിരുന്നു, സിമ്പിളായിരുന്നു. പാർട്ടി കല്യാണമായിരുന്നു. ഈ വിഭാഗീയത എന്ന് പറഞ്ഞ ഉൾപാർട്ടി ഫൈറ്റ് VS ലീഡ് ചെയ്യുന്ന സമയത്ത് ചില സമയത്ത് അങ്ങ് കൂടെ നിന്നിട്ടുണ്ട്, ചില സമയത്ത് മാറി നിന്നിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണെന്നാണ്? അല്ല, മാറി നിന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും നയപരിപാടിയിലുള്ള വ്യത്യാസമായിരുന്നു, അങ്ങനെയുള്ള ഇഷ്യൂ ആയിരുന്നു. VS ആ സമയത്ത് തെറ്റായിരുന്നു തോന്നിയിട്ടാണ്? VS തെറ്റാണെന്നല്ല, എന്നൊന്നും അതിന് അർത്ഥമില്ല. അത് നമുക്കങ്ങനെ ഓൺ ചെയ്ത് മുമ്പിൽ നിൽക്കേണ്ടതായിട്ടുള്ളൊരു കാര്യമായി അത് തോന്നുന്നു കാണത്തില്ല. അത് തന്നെ, വേറെ പ്രശ്നമില്ല. കാരണം VS പാർട്ടിയിലെ 10, ഒരുപക്ഷെ പാർട്ടിയുടെ തന്നെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഡിസിപ്ലിനറി ആക്ഷൻ മേടിച്ച ഒരു നേതാവാണ് VS അച്യുതാനന്ദൻ. പാർട്ടിയുടെ ഏറ്റവും തലമുതിർന്ന നേതാവ്. 10 തവണ അച്ചടക്ക നടപടി നേരിടുക എന്ന് പറഞ്ഞാൽ സാധാരണമല്ലല്ലോ. VS ഒരു കറക്റ്റീവ് ഫോഴ്സ് ആയിട്ട് പല സമയത്തും ഉണ്ടായിരുന്നു. പക്ഷേ ചില സമയത്ത് VSനെ അങ്ങ് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ചില സമയത്ത് അങ്ങ് മാറി നിന്നിട്ടുണ്ട്. അതെ, ഏത് സമയത്തും പാർട്ടിയുടെ നയത്തിൻ്റെയും പരിപാടി അടിസ്ഥാനത്തിലുള്ള സമീപനമുള്ളപ്പോഴെല്ലാം പരസ്യമായിട്ട് തന്നെ, അല്ലപ്പം മിണ്ടത്തില്ല, ഇത്രയേ ഉള്ളൂ. സഹകരിച്ചില്ല അത് പിന്നെ ഭാവിയുടെ ശരിയാൻ തെളിഞ്ഞു. പിന്നെ അത് പിന്നെ ശരിയാൻ തെളിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടല്ലേ ഞാനല്ലേ അങ്ങനെ ഇവിടെ എനിക്കെന്താ കുടുംബമഹിമയുണ്ടോ? കുടുംബമഹിമയുള്ളത് തന്നെ സാധാരണ കുടുംബമല്ലേ. വീട്ടിൽ രാഷ്ട്രീയ നേതാക്കന്മാരാരുമില്ല കൈപിടിച്ച് ചേർത്താൽ. എൻ്റെ പ്രവർത്തനം കൊണ്ടും അത് പാർട്ടി നേതൃത്വവും ജനങ്ങളും അംഗീകരിച്ചതുകൊണ്ടും പക്ഷേ സാധാരണ സഹകരണം. പിന്നെ മിനിസ്റ്ററായ ശേഷം സാധാരണ ജനങ്ങളും കേരളത്തിൽ എവിടെ പോയാലും ആൾക്കാർക്കറിയാം, നല്ലതേ പറയുന്നു. റിയലി ഫീൽ ചെയ്യുന്നുണ്ട്. ഡിറ്റർമിൻ്റായിട്ട് സംസാരിക്കാൻ, ശക്തമായി വർഗീയതക്കെതിരായിട്ട് സംസാരിക്കാനും പോരാടാനും, അതേപോലെ ശബ്ദവും ആഹ്വാനവും ഒക്കെ ഇമിറ്റേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റത്തില്ലല്ലോ. അത് ഇതല്ലേ, തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷേ ഇതിപ്പോൾ മനുഷ്യരല്ലേ, 100 വയസ്സ് കഴിഞ്ഞില്ലേ, ഇനിയിപ്പോൾ നമ്മളത് പഴയ പോലെ വരുമെന്ന് പ്രതീക്ഷിക്കാമെന്നാലത് ഇപ്പം അദ്ദേഹം സംസാരിക്കാൻ പ്രയാസം. KR ഗൗരിയമ്മ ഈസ് ഗ്രേറ്റ്. പോപ്പുലാരിറ്റിയിൽ അവരെ ഏറ്റവും മുമ്പിലാണ്. പബ്ലിക് സപ്പോർട്ടിൽ ഗൗരിയമ്മ ആ ലീഡേഴ്സ് ഒന്നാമതാണ്.
ഉറച്ച നിലപാടാണ്. അവർ പാർട്ടി സംഘടനയിലൊന്നും പ്രവർത്തിച്ചിട്ടില്ല. പക്ഷേ എപ്പോഴും പാർട്ടിയെ ബഹുമാനിച്ചിട്ട്, പാർട്ടിയുടെ അഭിപ്രായ വ്യത്യാസം വന്ന് പോയ ശേഷമുള്ളതല്ല. അതിന് പകരം ആരുമില്ല, വികസന പകരം ആരുമില്ല. ആലപ്പുഴയെ സംബന്ധിച്ച് ആലപ്പുഴ പോരാളികളുടെ ജില്ലയാണ്. പോരാട് അഭിപ്രായം പറയും. ഒരു നടപടി വാങ്ങിച്ചു പോയില്ലേ, പോയതിന് ശേഷവും തിരിച്ചു വന്നല്ലോ. അവസാനം ഏറ്റവും സ്നേഹത്തോടല്ലേ ഉണ്ടായിരുന്നത് ലാസ്റ്റ് പീരീഡിൽ. അല്ല, അവർക്ക് ആ പാർട്ടിയോടുള്ള സ്നേഹം എപ്പോഴും മനസ്സിൽ കിടന്നു. മനസ്സിലായോ? ഇതൊക്കെ ആലപ്പുഴയുടെ പ്രോഡക്റ്റ്സാണ്. അപ്പം എന്നെയൊക്കെ സ്വാധീനിച്ചിട്ടുണ്ട്. VS എങ്ങനെയായിരുന്നു മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക്? VS നല്ല മുഖ്യമന്ത്രിയായിരുന്നു. അതൊന്നും ഇടപെടത്തില്ല, വകുപ്പുകളൊന്നും ഇടപെടത്തില്ല. അല്ല, അങ്ങനല്ല, ക്യാബിനറ്റൊക്കെ സ്മൂത്തായിട്ടാണ്. അല്ല, അദ്ദേഹം ഒന്നിനും ഇടപെടത്തില്ല, ഒരു വകുപ്പിലും കയറി ഇടപെടത്തില്ല, ഫയലൊന്നും പിടിച്ചു നോക്കത്തില്ല, അങ്ങനൊന്നും ചെയ്തില്ല. അദ്ദേഹത്തോട് അടുത്ത് പറഞ്ഞാൽ അദ്ദേഹം അത് ചെയ്യും. പവർലെസ് ഒന്നും പറയാനാവില്ല. ചോദിക്കുന്നത് എന്താ വെച്ചാൽ, ഈ മിക്കവാറും രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്ന ഒരു കാര്യം, ഈ ലെഫ്റ്റ് CPM ഭരണത്തിരിക്കുന്ന സമയത്ത് പാർട്ടിക്ക് ഗവൺമെന്റിന്റെ മേളിൽ കൺട്രോൾ ഉണ്ടാകാറുണ്ട്. VS ഗവൺമെന്റ് വരെ അതുണ്ടായിരുന്നു. കാരണം വളരെ ശക്തനായ ഒരു പാർട്ടി സെക്രട്ടറി ഇപ്പുറത്തുണ്ട്. സെയിം അങ്ങയുടെ കൂടെ ഭാഗമായിരുന്ന ഒന്നാം പിണറായി ഗവൺമെന്റ് സമയത്ത് മുതൽ പക്ഷെ പാർട്ടിക്ക് അങ്ങനെ ഒരു ഗ്രിപ്പ് ഇല്ലാതായി. നല്ല ഗ്രിപ്പുണ്ടായിരുന്നു. പാർട്ടി കറക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ഗവൺമെന്റ്. അന്ന് സെക്രട്ടറി കൊടിയേരിയായിരുന്നു. പിന്നെ പാർട്ടി കറക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. കറക്റ്റ് ചെയ്യാനുള്ള വലിയ കാര്യമൊന്നും ഉണ്ടായിട്ടില്ല. അതൊക്കെ ഉണ്ടായിരുന്നു. അത് നല്ല ഗ്രിപ്പുണ്ടായിരുന്നു. എല്ലാം ക്യാബിനറ്റ് ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരാഴ്ച കൃത്യമായിട്ട് കൂടുമായിരുന്നു, ഒരു ദിവസം കൂടാത്ത ഒറ്റയാഴ്ചയില്ല. അതുപോലുള്ള വല്ല സംഭവം ഉണ്ടാവും. എല്ലാം കൂടി ഞങ്ങളെല്ലാം പോകും. പിണറായി അല്ലേ ചീഫ് മിനിസ്റ്റർ, നല്ല തരത്തിൽ എല്ലാ കാര്യങ്ങളും കഴിയും. നല്ല അഭിമാനകരമായ ഗവൺമെൻറ്റായിരുന്നു. ഇപ്പോഴത്തെ അല്ലെന്ന് ഞാൻ പറയുന്നില്ല, ഇപ്പോഴത്തെ സ്ഥിതി എനിക്ക് അകത്തുള്ളത് അറിയില്ല. എന്നാലും ക്യാബിനറ്റ് ഫ്രാക്ഷൻ കൂടായിരിക്കാനൊക്കെ അത് കൂടുന്നത്. പാർട്ടിക്ക് കൺട്രോളൊന്നും ഇല്ലാതെ ഗോവിന്ദനൊക്കെ അക്കാര്യത്തൊക്കെ കുറച്ചൊരു ആദർശബുദ്ധിയുള്ള ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഗോവിന്ദ് സാർ ഐഡിയോളജിക്കൽ ഒരു ക്ലാരിറ്റി ഉള്ള ആളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം അതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടാവും. പക്ഷെ അദ്ദേഹം ഇന്നലെ എടുത്ത് പറഞ്ഞല്ലോ പാലക്കാട്ട് വെച്ച് ഈ പരാജയങ്ങളൊക്കെ അദ്ദേഹം എണ്ണി പറഞ്ഞു. ഞാൻ പറഞ്ഞതിനേക്കാൾ കൂടുതലാണ് പറഞ്ഞേക്കുന്നത്. അവസരവാദികളും അഴിമതിക്കാരും എരച്ചു കയറുന്നെന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞല്ലോ, ഞാനതൊന്നും പറഞ്ഞില്ല. അദ്ദേഹത്തിനൊന്നും പറയാം, എനിക്കത് പറയാൻ പറ്റില്ല. സത്യമല്ലേ പറയുന്നത്? സത്യമാണല്ലോ പറയുന്നത്, തിരുത്തുമെന്നാണ് പറഞ്ഞു. അതാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് എനിക്ക് നിരാശയൊന്നുമില്ല. പിന്നെ ഫേസ്ബുക്ക് കൂടിയൊക്കെ ചുമ്മാ സംഘടിതമായി പേരൊക്കെ മാറ്റി പറഞ്ഞെന്ന ആ പൊളിറ്റിക്കൽ ക്രിമിനൽസ് നിലനിൽക്കുകയാണ്. അത് അഴിമതിക്കെതിരായി പോരാടുന്നുണ്ട്, അല്ലേ ഇതൊന്നും വരില്ല. അഴിമതിക്കാർക്കെതിരായിട്ട് പറയുന്നില്ലല്ലോ. എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും ഉള്ള പൊളിറ്റിക്കൽ ക്രിമിനൽസ്, അതാ ഞാൻ പറഞ്ഞു, CPM മാത്രമല്ല. ഈ സൈബർ സേന എന്നൊക്കെ പറയുന്നത് ഞാൻ ശ്രദ്ധിക്കാറേ ഇല്ല. എന്ത് കാര്യത്തിന്? ആർക്ക് വേണം അവരുടെ സഹായം? ചീത്ത വിളിക്കാൻ വരെ കൊള്ളാം. സൈബറിൻ്റെ പുറകെ പോകേണ്ട യാതൊരു കാര്യം. നമുക്ക് വല്ലതും പറയാനുണ്ടെങ്കിൽ പറയുക. അതിൻ്റെ അടിക്ക് നമ്മുടെ ഫേസ്ബുക്കിൽ വന്ന് നമ്മളെ ചീത്ത പറയുന്ന സംസ്കാരത്തെ പറ്റി എന്താ പറയുന്നത്? ചീത്ത പറയാനൊന്നുമില്ല, ചുമ്മാ ചീത്ത പറയുക. ഞാൻ ദേവസ്വം മന്ത്രിയായിരുന്നപ്പോൾ ഇന്നലെ വന്ന ഒരു അനാവശ്യത്തെ മന്ത്രിയായിരിക്കുമ്പോൾ ക്രിസ്ത്യൻ മുസ്ലിം പൂജാരിമാർ, പൂജാരിയല്ല, പൂജയില്ലല്ലോ, മുസ്ലിമിന് പൂജയില്ലല്ലോ, അവർക്ക് ഇഡിയൽ വർഷിപ്പില്ല. പ്ലീസ് അവരെ ആവാത്ത ചൂടും ശരീരം മറച്ചാണ് വരുന്നത്. അച്ഛനായാലും മറ്റു മുള്ളയായാലും ഹിന്ദു പുരോഹിതന്മാരാണ് സുതാര്യമായി മുണ്ടെടുത്തത്. ആ കൂട്ടത്തിൽ നിന്ന് അടിവസ്ത്രമൊന്നും കാണത്തില്ല, നമുക്ക് ധാരാളം കാണാം. അത് മാറ്റണം. ഫ്യൂഡൽ കാലഘട്ടത്തിൽ, തമ്പുരാക്കന്മാരുടെ കാലഘട്ടത്തിൽ ഉണ്ടാക്കിയാണത്. മൊത്തത്തിൽ അന്ന് മുതൽ BJPക്കാർ എന്താ അടിപക്ഷത്തിൻ്റെ പേരവർ മാറ്റി. എന്തൊരു സുധാകരന, ജെട്ടി സുധാകരൻ്റെ പേരിട്ടു. ഞാൻ ജെട്ടി എന്ന് പറഞ്ഞില്ല, അന്ന് ജെട്ടിയൊന്നുമില്ല. ഞാൻ അടിവസ്ത്രം വേണം, അതുപോലെ അവർ ശരീരമൊന്നും മറക്കത്തില്ലല്ലോ. അത് ഹിന്ദു പുരോഹിതന്മാരേ ഉള്ളൂ, മറ്റവരെല്ലാം മറക്കും. കാരണം ഇത് സ്ത്രീകളടക്കമുള്ള വലിയൊരു വിഭാഗത്തിൻ്റെ മുമ്പിൽ നിൽക്കുക ഇപ്പോഴും ഇല്ലല്ലോ. ആ ഫ്യൂഡൽ കാലഘട്ടം ഇത് ഞാൻ അതിനെതിരായി ഫൈറ്റ് ചെയ്ത വലിയ അപ്രോസിയേഷൻ ആയിരുന്നു. ഇപ്പോൾ എന്നെ ചീത്ത വിളിച്ച ഈ പോസ്റ്റ് തൊഴിലായി എഴുതിയിരിക്കുന്നു. അപ്പം എന്ത് മാനസിക വളർച്ച? അപ്പോൾ അവരോടൊന്നുമല്ല നമ്മൾ സംസാരിക്കുന്നത്. ഇവരൊക്കെ നമ്മുടെ ഫേസ്ബുക്കിൽ വന്നാൽ സംസാരിക്കുന്നത്, എനിക്കതെടുത്ത് കേസ് കൊടുക്കാം. ആരും ഇതിൻ്റെ പുറകെ പോകാൻ പറ്റും? അത് ജോലിയൊന്നുമില്ല, അതൊക്കെ അങ്ങ് പൊക്കോളും. ഇതാണ്.